വെൽക്കം ഫ്രണ്ട്സ്. പണ്ട് മുതലേ യൂട്യൂബിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളിൽ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഈ പേപ്പർ ട്രേഡിംഗ് എന്താണെന്നുള്ളത്. അറിയാവുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും, പക്ഷേ അറിയില്ലാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോ പേപ്പർ ട്രേഡിങ്ങിനെ കുറിച്ച് ചെയ്തിട്ടില്ല. നിസ്സാര കാര്യമാണ്, പക്ഷേ അത് അറിയില്ലാത്തവർക്ക് വേണ്ടി ചെയ്യണമല്ലോ. അപ്പോൾ ഞാനതിന് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുമായിരുന്നു. ഒരു 10-15 റിപ്ലൈ എങ്കിലും ഒരു വർഷത്തിനുള്ളിൽ കൊടുത്ത് കാണണം. കാരണം റിപ്പീറ്റഡായിട്ട് വന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പേപ്പർ ട്രേഡിങ് എന്താണ്? പല വീഡിയോയിൽ ഞാൻ പേപ്പർ ട്രേഡ് ചെയ്ത് ശീലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. പേപ്പർ ട്രേഡിങ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ട്രേഡിംഗ് ആണ്. ഒരിക്കലും നമ്മൾ ഫിസിക്കലായിട്ട് ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ഒരു ട്രേഡ് ഓൺലൈൻ മാർക്കറ്റിൽ ഒരു ട്രേഡ് എടുത്തതായിട്ട് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. പേപ്പറിൽ എഴുതി വെച്ച് ട്രേഡ് ചെയ്യുന്ന ട്രേഡിങ്ങിനെയാണ് പേപ്പർ ട്രേഡിങ് എന്ന് പറയുന്നത്. കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് പേപ്പർ ട്രേഡിങ്ങിന്. കാരണം ഓൺലൈൻ മാർക്കറ്റിൽ മാത്രമേ പേപ്പർ ട്രേഡ് ചെയ്യാവൂ. അല്ലാതെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ബൈ ചെയ്തു, എന്നിട്ട് അതിങ്ങനെയായി, അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അതൊന്നും ഒരിക്കലും നമുക്ക് ഉദ്ദേശിച്ച പേപ്പർ ട്രേഡിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. നമ്മുടെ ക്യാഷ് പോകാതെ പഠിക്കുക. ഷെയർ മാർക്കറ്റ് നമുക്കറിയാം, ക്യാഷ് പോകാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഷെയർ മാർക്കറ്റ്. ക്യാഷ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഷെയർ മാർക്കറ്റ്. അപ്പോൾ അതിന് എക്സ്പീരിയൻസ് വളരെ വലിയ ഒരു ഘടകമാണ്. എക്സ്പീരിയൻസ്, പ്രാക്ടീസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ട്രേഡുകൾ ചെയ്തേ പറ്റുള്ളൂ. ഒരുപാട് ട്രേഡുകൾ ഓൺലൈൻ മാർക്കറ്റിൽ ഒരുപാട് ട്രേഡുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ആ വഴിയിലേക്ക് എത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ചെയ്യുമ്പോഴും നമ്മുടെ പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ബുക്ക് എടുത്തിട്ട് ഓൺലൈൻ മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ്, ആ സമയത്തെ പ്രൈസ്, ഏത് സമയത്താണോ ഉദ്ദേശിക്കുന്നത് ആ പ്രൈസ്, സ്റ്റോപ്പ് ലോസ് എത്രയാണെങ്കിൽ അത്, ടാർജറ്റ് എത്രയാണെങ്കിൽ അത് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഓൺലൈൻ മാർക്കറ്റിൽ ബുക്കിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിൽ ചേഞ്ച് വരുത്തുന്നുണ്ട് എങ്കിൽ നമുക്കതിൽ ചേഞ്ച് വരുത്താം, കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ ടാർജറ്റ് നമുക്ക് തോന്നുകയാണ് നമ്മൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞ് കൂടുതൽ പ്രൈസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അപ്പോൾ ടാർജറ്റ് നമുക്കൊന്ന് ഉയർത്താം. അത് നമ്മൾ അതിൻ്റെ താഴെ തന്നെ എഴുതുകയാണ്, പഴയ ടാർജറ്റ് ഇതായിരുന്നു, ഞാനത് ഉയർത്തി മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലാണ് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് താഴെയുള്ള സ്റ്റോപ്പ് ലോസ് ഒന്ന് ഉയർത്തി നമുക്ക് ഫേവറബിളായിട്ടുള്ള ഡയറക്ഷനോട് അടുപ്പിച്ചിടാം. അപ്പോൾ അഥവാ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമ്മുടെ നഷ്ടം വളരെ കുറവായിരിക്കാം. മേ ബി അത് നമ്മൾ പ്രോഫിറ്റിലാണ് ഇടുന്നതെങ്കിൽ, പ്രോഫിറ്റുള്ള സോണിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും പ്രോഫിറ്റിലായിരിക്കും സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഓൺലൈൻ മാർക്കറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനെയാണ് ഈ പേപ്പർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് പല ആപ്ലിക്കേഷൻസും, വെർച്വൽ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. സ്റ്റോക്ക് ട്രെയിനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ സ്റ്റോക്ക് ട്രെയിനർ ഉപയോഗിച്ചാൽ നമുക്ക് വേറെ പല ട്രേഡുകളും ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഷോർട്ട് സെല്ലിങ് ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻ ട്രേഡിങ്ങും അതിൽ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ട്രേഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ട് നമുക്ക് ബൈ ചെയ്യാനായിട്ട് സ്റ്റോക്ക് ട്രെയിനർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പറ്റും. ഷോർട്ട് സെല്ലിംഗ് ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് പേപ്പർ ട്രേഡിംഗ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അത് നമുക്കൊരു രേഖയായിട്ട് കിടക്കുകയും ചെയ്യും. ഒരു ബുക്ക് വാങ്ങുക, എന്നിട്ട് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് തീർച്ചയായും ഇതുകൊണ്ട് ഗുണമോ അല്ലാതെ ദോഷം ഉണ്ടായില്ല. അപ്പോൾ ഏതൊരു സ്ട്രാറ്റജി നമുക്ക് കിട്ടിയാലും പേപ്പർ ട്രേഡ് ചെയ്ത് ശീലിക്കുക, അല്ലെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രം ട്രേഡ് ചെയ്ത് ശീലിക്കുക. അത് സക്സസ് ആയാൽ മാത്രമേ ഒരു വലിയ പൈസ ഇട്ട് ട്രേഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് പേപ്പർ ട്രേഡിങ്. അറിയില്ലാത്തവർക്ക് എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.